പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് ദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും സഹനങ്ങളും എല്ലാം ഉണ്ട്. നാം ആരും സഹനം ഇഷ്ടപ്പെടുന്നവരുമല്ല. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ധാരാളം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹനങ്ങളെല്ലാം ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് സഹനം ആവശ്യമാണെന്ന് ദൈവം കണ്ടു. ഹെബ്രായർ 10:36 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഫിലിപ്പി 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും യേശു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും പരാതി കൂടാതെ സ്വീകരിച്ച് യേശുവിനെ അനുഗമിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. നമ്മുടെ സഹനങ്ങൾക്ക് രക്ഷാകരമായ മൂല്യമുണ്ട്. അത് നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക് ഉപകരിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ജെറമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 17:27 നാം കാണുന്നത് ഇത് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. പലപ്പോഴും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് ദൈവം കാണുന്നുണ്ട്. അപ്പോൾ സഹനങ്ങളിലൂടെ നാം ദൈവത്തെ അന്വേഷിക്കുവാനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും യേശുവിലേക്ക് തിരിയുന്നതിനും വേണ്ടി സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. യേശയ്യ 48:10 ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് ദൈവം സഹനങ്ങൾ നമുക്ക് അനുവദിച്ച് തരുന്നത്. എത്ര വലിയ സഹനങ്ങൾ നമുക്കുണ്ടായാലും അവയെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് നാം വിശ്വസിക്കണം. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കും. നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മാക്കളുടെ രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം രക്ഷിക്കപ്പെടണമെങ്കിൽ നാം വിശുദ്ധിയിലേക്ക് വരണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. നമ്മുടെ സഹനങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കുവാനുള്ളതാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. സഹനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാനും അവരുടെ വേദനകൾ കുറയ്ക്കുവാനും അവർക്ക് നിരാശ കൂടാതെ പ്രത്യാശയിൽ ജീവിക്കുവാനും നമ്മുടെ സഹനങ്ങൾ ഉപകരിക്കും. അപ്പോൾ നമ്മുടെ സഹനങ്ങളെല്ലാം യേശുവിൻ്റെ കുരിശിനോട് ചേർത്തുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ളൊരു ജീവിതമായിരിക്കും നാം നയിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.